ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് ICCയുടെ മിനി വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ഇവന്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത്. ICCയുടെ മിനി വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 19 സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കേരളം അതിനകത്ത് 6ാം സ്ഥാനത്താണ് നമ്മൾ കണ്ടു അല്ലെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു. അടുത്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മെയിൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് മെയിൻസിൽ പഠിക്കാനുണ്ട്. നമ്മൾ പ്രിലിംസിൽ പഠിച്ചതുപോലെ അല്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ LSGS അതുപോലെ തന്നെ SI നമ്മുടെ അടുത്ത വരുന്ന ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്കെല്ലാം കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള ചില ഭാഗങ്ങളുണ്ട്, ചില ഹോട്ട് ടോപ്പിക്കുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മുന്നത്തെ ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു 5 or 6 അല്ലെങ്കിൽ 15 മാർക്കിനാണ് LSGSന് കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 15 മാർക്കിൽ നമ്മൾ ഇപ്പൊ എടുത്ത് നോക്കുവാണെങ്കിൽ 15-ൽ ഒരു 10ഓളം ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് വരുമെങ്കിൽ ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ. അതായത് ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സുകളായിരിക്കും ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെ. സയൻസ് ആൻഡ് ടെക്നോളജിയും സ്പോർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയും സ്പോർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും. അതിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്പോർട്സ് ആണ്. നമ്മൾ കായികവുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്ന കായിക മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഇവന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ മെയിൻസിന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കുമായിട്ട് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഹോട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു ടോപ്പിക് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ആദ്യത്തെ നമ്മുടെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സ് ആണ് അല്ലെ. സ്പോർട്സില് 2024 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് 2020 ലോകകപ്പ്. അതായത് ഇതുവരെ ഈ സമയം വരെ 2020 ലോകകപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചോദ്യം നമ്മുടെ മെയിൻസിന് നമ്മൾ പ്രതീക്ഷിക്കണം. കൂടുതലായിട്ടും നമ്മുടെ ഡിഗ്രി തല പരീക്ഷകൾക്ക് സ്പോർട്സിന് ചോദിക്കാറുള്ളത് വേദികൾ ചോദിക്കാറുണ്ട്, റെക്കോർഡുകൾ ചോദിക്കാറുണ്ട്. അതായത് കായിക താരങ്ങൾ നേടിയിട്ടുള്ള അവരുടെ റെക്കോർഡുകൾ ചോദിക്കാറുണ്ട് അല്ലെ. റീസെന്റ് ആയിട്ട് നമ്മുടെ ഏകദിന ലോകകപ്പിൽ നിന്ന് വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ചോദിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ് എന്ന രീതിയിൽ വിരാട് കോഹ്ലിയെ കുറിച്ച് ചോദ്യം വന്നു. അതുപോലെ തന്നെ ഏഷ്യ കപ്പിനെ കുറിച്ച് 3-4 ചോദ്യങ്ങൾ അധികം PSC ചോദിച്ചു കഴിഞ്ഞു. അതിൽ മുഹമ്മദ് സിറാജിന്റെ റെക്കോർഡിനെ കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കായിക വേദികള്, താരങ്ങളുടെ റെക്കോർഡുകള്, അതിനുശേഷം ഓരോ ഇവന്റുകളിലെയും ജേതാക്കൾ, ഇങ്ങനെയാണ് കായിക മേഖലയിൽ നിന്നും കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദ്യം കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പോ ഏഷ്യ കപ്പ് ജേതാക്കൾ ആരാണ്, ഏകദിന ക്രിക്കറ്റ് കപ്പ് ജയിച്ചത് ആരാണ്, അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിലെ ജേതാക്കൾ ആരാണ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കായിക ഇവന്റുകളിലെ ജേതാക്കൾ ആരാണെന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 2020 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെടാം. താഴെ പറയുന്നവയിൽ 2024 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം വന്നിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗത്തെ കുറിച്ച് ഒരു അധികം അറിവ് അല്ലെങ്കിൽ അല്പം അറിവെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. കാരണം എന്താണ്, ഈ 2024 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്, ഇന്ത്യയാണ് അല്ലെ, ഇന്ത്യയാണ്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു ഫൈനലില് ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പൊ ഞാൻ അതാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു ഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ അറിവുണ്ടായിരിക്കും, കാരണം ഇന്ത്യ ജേതാക്കളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും.
അപ്പോ നോക്കിക്കോ, ഫൈനലില് ദക്ഷിണാഫ്രിക്കയാണോ പരാജയപ്പെടുത്തിയത്? അതെ, ദക്ഷിണാഫ്രിക്കയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 7 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. നമുക്കിനി അങ്ങോട്ട് പഠിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ ടീമിന്റെ കോച്ച് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അതും ശരിയാണ് കേട്ടോ. രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇന്ത്യൻ ടീമിന്റെ കോച്ച് മാറിയിട്ടുണ്ട്. ഈ ഒരു 2020 ലോകകപ്പ് കഴിഞ്ഞപ്പോ രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ കോച്ച് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു, പുതിയ ആള് വന്നു. ആ ആളാണ് ഗൗതം ഗംഭീർ എന്ന് പറയുന്ന അപ്ഡേഷൻ ആണ് കേട്ടോ. അടുത്ത നോക്കിക്കേ, 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ 2020 കിരീടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? കറക്റ്റ് ആണ്. 2007 അവസാനമായിട്ട് ഇന്ത്യ 2020 ലോകകപ്പ് നേടുന്നത്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അത് ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. ഇനിയിപ്പോ എന്താ പാട്? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ എന്താണ് തെറ്റെന്ന് നോക്കാം. 2024 2020 വേൾഡ് കപ്പ് വേദി USA-യും കാനഡയുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. USA-യും കാനഡയാണോ? അല്ല, USA-യും വെസ്റ്റ് ഇൻഡീസും ആണ് എന്താ വേദികൾ എന്ന് പറയുന്നത് അല്ലെ. നോക്കിക്കേ, നമ്മുടെ 2024 2020 ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഈ ഒരു പ്രസ്താവനയുടെ തെറ്റായ ഭാഗം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. എത്ര പേർക്ക് ആൻസർ കമന്റ് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി? ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ തന്നെ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നോക്കിക്കേ, 2024 2020 വേൾഡ് കപ്പ് പുരുഷ ക്രിക്കറ്റ് നേടിയത് ആരാണ്? ഇന്ത്യയാണ്. നമ്മൾ പറഞ്ഞു, അതിൽ നമുക്ക് ഒരു സംശയവും ഇല്ല അല്ലെ. ഇന്ത്യയാണ്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ ടീം എന്ത് നേടുന്നത്? 2020 ലോകകപ്പ് കിരീടം നേടുന്നത്. 17 വർഷങ്ങൾക്ക് ശേഷം. അവസാനം നേടിയത് എപ്പോ? 2007 അവസാനം 2007 ഇന്ത്യൻ ടീം 2020 ലോകകപ്പ് നേടുന്നത്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈനലില് ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക എത്ര റൺസിനാണ് പരാജയപ്പെടുത്തിയത്? 7 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഫൈനലിലെ താരം ആരാണ്? വിരാട് കോഹ്ലി ആയിരുന്നു. 76 റൺസുകളോടുകൂടി വിരാട് കോഹ്ലി ആയിരുന്നു ഫൈനലിലെ താരം എന്ന് പറയുന്നത്. ഫൈനലിലെ താരം ആരായിരുന്നു? വിരാട് കോഹ്ലി ആയിരുന്നു. എന്നാൽ ടൂർണമെന്റിന്റെ താരം ആരായിരുന്നു? അത് ബുംറയായിരുന്നു കേട്ടോ. ജസ്പ്രീത് ബുംറയായിരുന്നു ടൂർണമെന്റിന്റെ താരം എന്ന് പറയുന്നത്. ഫൈനലിലെ താരം നമ്മുടെ വിരാട് കോഹ്ലി ആയിരുന്നുവെങ്കിൽ ടൂർണമെന്റിലെ താരം ജസ്പ്രീത് ബുംറയായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ എത്രാമത്തെ ലോകകപ്പ് കിരീടമാണ്? അങ്ങനെ ചോദിക്കാം. 2024 ഇന്ത്യക്ക് കിട്ടിയത് ഇന്ത്യയുടെ എത്രാമത്തെ ലോകകപ്പ് കിരീടമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ 2ാമത്തെ 2020 ലോകകപ്പ് കിരീടമാണ് കേട്ടോ. ഇന്ത്യയുടെ എത്രാമത്തെ 2020 ലോകകപ്പ് കിരീടമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ 2ാമത്തെ 2020 ലോകകപ്പ് കിരീടമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ത്യയുടെ 2ാമത്തെ 2020 ലോകകപ്പാണ്. അപ്പൊ ഇന്ത്യക്ക് വേറെ ലോകകപ്പ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യക്ക് 2 തവണ ഏകദിന ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് എത്ര തവണ ഏകദിന ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്? 2 തവണ ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. 2 തവണ ഇന്ത്യക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഏകദിന ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. 1983-ലും 2011-ലും 1983-ലും 2011-ലും ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 2023 ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയായിരുന്നു. അതിലെ ജേതാക്കള് ഓസ്ട്രേലിയ ആയിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടാണ് 2023 ഏകദിന ലോകകപ്പ് നേടിയത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് 2 തവണ എന്ത് കിട്ടിയിട്ടുണ്ട്? ഏകദിന ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. അപ്പോ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യക്ക് 2020 ലോകകപ്പ് കിട്ടുന്നത് 2007 ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ്. അന്ന് ധോണി ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 2024 ഇന്ത്യക്ക് 2020 ലോകകപ്പ് കിട്ടിയപ്പോ അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് രോഹിത് ശർമ്മയായിരുന്നു കേട്ടോ. രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നത്. അപ്പൊ 2020 ലോകകപ്പ്
ടീം നമ്മുടെ 2024 ഇന്ത്യ T20 ലോകകപ്പ് കളിക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയാണ്. പക്ഷെ ഇപ്പോ ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻസി മാറിയിട്ടുണ്ട്. കാരണം ഈ മത്സരത്തോടു കൂടി, അതായത് 2020 ലോകകപ്പോടു കൂടി നമ്മുടെ രോഹിത് ശർമ്മ, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ, ഇവര് മൂന്നുപേരും എന്ത് ചെയ്തു? 2020യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ മൂന്നുപേരും 2020യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ 2020 ടീമിന് പുതിയ ക്യാപ്റ്റൻ വന്നു. അതാരാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഒരു പുതിയ ആള് നമ്മുടെ ടീമിലുള്ള തന്നെ ആള് വന്നിട്ടുണ്ട്. അത് ആരാണ് ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻ ആയിട്ട് ചുമതല ഏറ്റെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോ 2020 ലോകകപ്പില് ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ത്യക്ക് കിട്ടിയത് കേട്ടോ. 2020 ലോകകപ്പില് ഫൈനലില് ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇന്ത്യൻ ടീമിന്റെ കോച്ച് നമ്മൾ പറഞ്ഞു രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. ഓക്കെ, ഇന്ത്യൻ ടീമിന്റെ കോച്ച് എന്ന് പറയുന്നത്. ഇനി ടീമിൽ മലയാളി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇന്ത്യൻ ടീമിൽ മലയാളികൾ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് കിട്ടും? ലോകകപ്പ് കിട്ടും അല്ലെ. 2007ലും 2011ലും ഇന്ത്യൻ ടീമിൽ ആരുണ്ടായിരുന്നു? ശ്രീശാന്ത് ഉണ്ടായിരുന്നു അല്ലെ. 2007ലും 2011ലും ഇന്ത്യൻ ടീമിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ 2024 ഇന്ത്യൻ ടീമിൽ ആരുണ്ടായിരുന്നു? നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ സഞ്ജു സാംസണും, മലയാളി ആയിട്ടുള്ള സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് ആകെ 4 ലോകകപ്പ് കിരീടങ്ങളാണ്. 1983, 2011 എന്നീ വർഷങ്ങളിൽ ഏകദിന ലോകകപ്പും 2007, 2024 എന്നീ വർഷങ്ങളിൽ 2020 ലോകകപ്പും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫൈനലിന് വേദിയായത് 2024 2020 ലോകകപ്പിന് ഫൈനലിന് വേദിയായത് ബാർബഡോസ് ബ്രിഡ്ജ്ടൗൺ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം ആണ്. ബാർബഡോസ് ബ്രിഡ്ജ്ടൗൺ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം ആണ് ഫൈനലിൽ എന്ത് ചെയ്തത്? വേദിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ 2024 2020 ലോകകപ്പിന്റെ വേദി US-ഉം വെസ്റ്റ് ഇൻഡീസും ആണ്. അടുത്തത് 2026 2020 ലോകകപ്പിന്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ചിലപ്പോൾ ഇതും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ 2026 2020 ലോകകപ്പിന്റെ വേദികൾ എവിടെയാണ്? ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്കയും ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് ICCയുടെ മിനി വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ഇവന്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത്. ICCയുടെ മിനി വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ 2 ICC ചാമ്പ്യൻസ് ട്രോഫിയും നേടിയിട്ടുണ്ട്. 2002ലും 2013ലും എന്ത് നേടിയിട്ടുണ്ട്? 2 തവണ ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയും നേടിയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു കാര്യം നമ്മൾ ആദ്യം തുടക്കത്തിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഇത് 2020 ലോകകപ്പിന്റെ 9ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. 9ാമത്തെ എഡിഷൻ ആണ് 2020 ലോകകപ്പിന്റെ 2024 നടന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് 2020 ലോകകപ്പിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിട്ടേ പോകാവൂ. ഉറപ്പായിട്ടും ഒരു ചോദ്യം ചോദിക്കും. കാരണം 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് നോക്കാം. നമ്മുടെ മെയിൻസിന് വേണ്ട ഒരു ഭാഗം, നമ്മൾ ഗവേണൻസിലൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ് ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് അല്ലെ. ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് നമ്മളെ മെയിൻസിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. സോ അപ്പൊ നമ്മുടെ 2005 ദുരന്ത നിവാരണ നിയമം, നിങ്ങൾ അതാണ് പഠിക്കുന്നത് അല്ലെ. 2005 ദുരന്ത നിവാരണ നിയമം. അപ്പൊ 2005 ഈ ദുരന്ത നിവാരണ നിയമത്തില് ഭേദഗതി വരുത്താനായിട്ട് പോകുന്നു. അപ്പൊ 2024 ഈ ഒരു ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് 2005 ദുരന്ത നിവാരണ നിയമത്തില് ഭേദഗതി വരുത്താനായിട്ടുള്ള 2024 ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അടുത്തായിട്ട് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം എന്താണ് ആ ബില്ലിൽ പറയുന്ന വ്യവസ്ഥകളെന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ അടുത്തിടെ ലോക്സഭയിൽ അവതരിപ്പിച്ച ദുരന്ത നിവാരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആദ്യത്തെ പ്രസ്താവന,
ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റാണോ നമുക്ക് അറിയില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും വലിയ നഗരങ്ങൾക്കുമായി ഒരു അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കാനായിട്ട് ഈ ഒരു ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട് എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. ദേശീയ സംസ്ഥാന തലങ്ങളിൽ ദുരന്ത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിന്, അതായത് ഒരു ഡിസാസ്റ്റർ ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് ഈ ബില്ല് ശുപാർശ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ബില്ലിനെ കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം ഈ ചോദ്യത്തിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. നോക്കാം. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല്, പ്രത്യേകിച്ച് 2024 ജൂലൈ മാസം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായില്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു ഭേദഗതി വരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കേരളവും ഒരു ദുരന്ത ബാധിത മേഖലയാണ് അല്ലെ. നമ്മുടെ വയനാട്ടില് ഉണ്ടായ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ISRO ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ മേഖലകളിലാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നതിനെ ചൊല്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ISRO പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസില് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 19 സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കേരളം അതിനകത്ത് 6ാം സ്ഥാനത്താണ് നമ്മൾ കണ്ടു അല്ലെ. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മുടെ ഇന്ത്യയിലെ ജില്ലകളെ എടുത്ത് നോക്കിയപ്പോൾ തൃശ്ശൂരിൽ അതിനകത്ത് 3ാം സ്ഥാനം ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ കേരളത്തില് ദുരന്ത ബാധിത മേഖലകൾ എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നോക്കാം. ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2024 ഓഗസ്റ്റ് 1-നാണ്. 2024 ഓഗസ്റ്റ് 1-നാണ് ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കണ്ടില്ല. എന്നാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. നമ്മുടെ ചോദ്യത്തിലെ ആദ്യത്തെ പ്രസ്താവനയായിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ചത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയല്ല, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് ആണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് കേട്ടോ. അമിത്ഷാ അല്ല, നിത്യാനന്ദ റോയ് ആണ് ഈ ഒരു ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിത്യാനന്ദ റോയ് ആണ് അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി അടുത്തത് എന്തിനാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? ഈ ബില്ലിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PSC മുൻപ് PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ ഉണ്ട് അല്ലെ. നമുക്കിത് ദേശീയ തലത്തിലായിരുന്നാലും സ്റ്റേറ്റ് ലെവലിലായിരുന്നാലും ഡിസ്ട്രിക്ട് ലെവലിലായിരുന്നാലും നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ ഉണ്ട്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ എന്തിന്റെ ബേസിലാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് മുൻപൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് നമ്മുടെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2005 ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഭേദഗതി വരുത്താനാണ് 2024 ലോക്സഭയിൽ ഈ ഒരു ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് എന്ത് ചെയ്തത്, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഈ സ്ലൈഡിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ. എന്തിനാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്, ആരാണ് അവതരിപ്പിച്ചത്, എന്നാണ് അവതരിപ്പിച്ചത്. വേറൊരു കാര്യം, ഇത് നിയമമായിട്ടില്ല. കാരണം ഇതിന് ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭയിൽ അവതരിപ്പിച്ച് രാജ്യസഭ പാസ്സാക്കണം, അതിനുശേഷം പ്രസിഡന്റ് ഇതിൽ ഒപ്പുവെക്കണം. എന്നാൽ മാത്രമേ ഈ ബില്ല് നിയമമാകത്തുള്ളൂ. ഓക്കെ, അതും കൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കണം. അതുവരെ ഇത് ബില്ലാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇനി നോക്കിക്കേ, ഈ ബില്ലിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ വ്യവസ്ഥകളാണ് മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാന
സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും വലിയ നഗരങ്ങൾക്കുമായിട്ട് ഒരു അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഈ ബിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം പ്രകാരം നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ പല സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾക്ക്, അതായത് ഇപ്പൊ കേരളം വരുവാണെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും വലിയ നഗരങ്ങൾക്കുമായിട്ട് എന്ത് വേണം, അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ത് ചെയ്യണം, രൂപീകരിക്കണം. അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ത് ചെയ്യണം, രൂപീകരിക്കണമെന്ന് ഈ ഒരു ബില്ലിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ്, സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്ത് ചെയ്യണം, രൂപീകരിക്കണം. അതായത് നമുക്കിപ്പോ ഉള്ളത് ഒരു കേന്ദ്ര ദുരന്ത പ്രതിരോധ സേനയാണ് നമുക്കിപ്പോ ഉള്ളത്. ഓക്കെ, കേന്ദ്രത്തിൽ, അതായത് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ദുരന്ത പ്രതിരോധ സേനയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന കേന്ദ്ര പ്രതിരോധ സേനയാണ് നമുക്ക് എത്തുന്നത്. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ നമ്മുടെ അർദ്ധ സൈനിക വിഭാഗങ്ങളെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ കേന്ദ്ര ദുരന്ത പ്രതിരോധ സേനയെ നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വയനാട് എന്ന ദുരന്തം നടന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും അല്ലെ, നമ്മുടെ കേന്ദ്ര പ്രതിരോധ സേന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയല്ല, അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്കൊരു ദുരന്തം നടന്നു കഴിയുമ്പോൾ ആദ്യത്തെ ചില മണിക്കൂറുകൾ ഗോൾഡൻ അവർ ആണ് അല്ലെ. ആ ഗോൾഡൻ അവറിലാണ് നമുക്ക് ഒത്തിരി ജീവനുകൾ രക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഉടനടി ആക്ഷൻ എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ സേന രൂപീകരിക്കണമെന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്, ഒരു ഡിസാസ്റ്റർ ഡേറ്റാബേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഡിസാസ്റ്റർ ഡേറ്റാബേസ് എന്തിനാണ് ഡിസാസ്റ്റർ ഡേറ്റാബേസ്? ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാനും അതുപോലെ തന്നെ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുമായിട്ട് ദേശീയ സംസ്ഥാന തലങ്ങളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ദുരന്ത ഡേറ്റാബേസ് അഥവാ ഒരു ഡിസാസ്റ്റർ ഡേറ്റാബേസ് വേണമെന്ന് ഈ ഒരു ഭേദഗതി ബില്ലിനകത്ത് പറയുന്നുണ്ട്. ഒരു ഡിസാസ്റ്റർ ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിന് ഈ ഒരു ബില്ല് ശുപാർശ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ? മൂന്ന് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ സംസ്ഥാന ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റികളെ ശക്തിപ്പെടുത്തണമെന്നും ഈ ബില്ലിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് മനസ്സിലായി, ആൻസർ നിങ്ങൾക്ക് കിട്ടി അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ് ശരി അല്ലെ. 2ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമ്മുടെ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ കുറിച്ച് 2ഉം 3ഉം പ്രസ്താവനകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 3 വ്യവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, 3 വ്യവസ്ഥകൾ മാത്രമല്ല, ബാക്കിയുള്ള കുറച്ചുകൂടി വ്യവസ്ഥകൾ ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടത് ഈ 3 വ്യവസ്ഥകളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഭേദഗതി, നമ്മൾ ഏതൊരു നിയമത്തിന്റെയും ഭേദഗതി പറയുമ്പോൾ ആ ഭേദഗതി വരുത്തുന്ന അടിസ്ഥാന നിയമത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ 2005 ദുരന്ത നിവാരണ നിയമത്തിലുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകളെ കുറിച്ച് PSC ചോദിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 3 ടയർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന. 3 ടയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിന്റെ കീഴിലാണ്. ഓക്കെ, അപ്പൊ ദേശീയ തലത്തില് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെറ്റപ്പ് ചെയ്തു. പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ത് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. ഇനി സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അവിടെ PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട
ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ആരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ? ചെയർമാൻ നമുക്കറിയാം മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരെന്ന് തരും? അവിടെ ഡിസ്ട്രിക്ട് കളക്ടറെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ചീഫ് മിനിസ്റ്റർ എന്തായാലും ഉണ്ടായിരിക്കും. ചീഫ് മിനിസ്റ്റർ തരും, ഡിസ്ട്രിക്ട് കളക്ടർ തരും, വേറെ 2 പദവികളോട് തരും. അപ്പൊ ഓർത്ത് വെച്ചോ, സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്, മിനിസ്റ്റർ ഓഫ് റവന്യൂ ആണ് വൈസ് ചെയർമാൻ ആയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്. മിനിസ്റ്റർ ഫോർ റവന്യൂ ആണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി കൃഷി മന്ത്രി, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മെമ്പറാണ്. ഓക്കെ, മെമ്പറാണ്. ഇനി ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഒഫീഷ്യോ. ഓക്കെ, എക്സ് ഒഫീഷ്യോ സിഇഒ ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സിഇഒ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ, ചീഫ് സെക്രട്ടറി ആണ്. ഇനി അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതായത് നമ്മുടെ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് കൺവീനർ ആണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഹോം ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് മെമ്പർ ആണ്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി മെമ്പർ ആയിട്ടും ഇതിനകത്ത് കാണും കേട്ടോ. മെമ്പർ സെക്രട്ടറി ആയിട്ടും ഈ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ പ്രവർത്തിക്കും. അപ്പൊ നിങ്ങൾ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ചീഫ് മിനിസ്റ്റർ ചെയർമാൻ ആണ്, വൈസ് ചെയർമാൻ മിനിസ്റ്റർ ഫോർ റവന്യൂ ആണ്. കൃഷി മന്ത്രി എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് കേട്ടോ. കൃഷി മന്ത്രി എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നിലവിൽ ശ്രീ പിണറായി വിജയനാണ്. അതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കെ രാജനാണ് കേട്ടോ. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ്. അതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറയുന്നത് പി പ്രസാദ്, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദുമാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ജില്ലാ തലത്തിലേക്ക് വരാം. നമ്മൾ ദേശീയ തലത്തിൽ പഠിച്ചു, സംസ്ഥാന തലത്തിലുള്ള കാര്യം പഠിച്ചു. ജില്ലാ തലത്തില് ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വം നൽകുന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് ചെയ്തു? ഈ ഒരു നിയമത്തിന് കീഴിൽ സെറ്റപ്പ് ചെയ്തു. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആരുടെ കീഴിലാണ്? ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ. ഓക്കെ, ഇതിൽ ആരെങ്കിലും ഒരാള് നേതൃത്വം നൽകുന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ദേശീയ തലം പഠിച്ചു, സംസ്ഥാന തലം പഠിച്ചു. ഇനി നമുക്ക് ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെ, നമ്മൾ പറഞ്ഞു ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് കോ ചെയർപേഴ്സൺ ആയിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കോ ചെയർപേഴ്സൺ ആയിരിക്കും. ഡെപ്യൂട്ടി കളക്ടറും ഡിസ്ട്രിക്ട് പോലീസ് ചീഫും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിവിഷണൽ ഓഫീസറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒക്കെ എന്താണ്? ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കോ ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളാ? ഓക്കെ, അപ്പൊ നമ്മൾ 3 തലത്തിലുള്ള അതോറിറ്റികളെയും പഠിച്ചു. ഇനി ആ നിയമത്തിനകത്ത് ദേശീയ ദുരന്ത പ്രതികരണ സേനയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ദേശീയ ദുരന്ത പ്രതികരണ സേന, അതായത് നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ അറിഞ്ഞു പ്രവർത്തിക്കാനായിട്ട് ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഈ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭേദഗതിയിൽ എന്ത് പറയുന്നുണ്ട്? ഈ ദുരന്ത പ്രതികരണ സേനയെ സംസ്ഥാന തലത്തിലേക്കും എന്ത് ചെയ്യണം? നമ്മൾ സെറ്റപ്പ് ചെയ്യണമെന്നാണ് 2024 ഭേദഗതിയിൽ പറയുന്നത്. അപ്പൊ ദേശീയ ദുരന്ത പ്രതികരണ സേനയും ദേശീയ ദുരന്ത പ്രതികരണ നിധിയും എന്ത് ചെയ്യണം? സ്ഥാപിക്കാനായിട്ട് 2005 നിയമം പറയുന്നുണ്ട്. നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് പോലെയുള്ള ദുരിതാശ്വാസ നിധിയും വേണമെന്ന് ഈ ഒരു ആക്ടിനകത്ത് പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ക്ലിയർ ആണോ ഈ കാര്യം? ഓക്കെ, ഇനി ഈ ചോദ്യവും PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ദുരന്ത സാധ്യത കുറയ്ക്കാനായിട്ട് 4 ഘട്ടങ്ങളുള്ള ഒരു ചാക്രിക പ്രക്രിയ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. 4 ഘട്ടങ്ങളുള്ള ചാക്രിക പ്രക്രിയ. അതെന്താണ് ചാക്രിക പ്രക്രിയ? എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. 1, ദുരന്തത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ്.
അതായത് ഇപ്പോ ഒരു ദുരന്തം വരാനായിട്ട് വരും എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഇനി വന്നു കഴിയുമ്പോൾ പ്രതികരണം നടത്തണം, അതിനെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള. അതായത് ആളുകളെ മാറ്റി താമസിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആളുകളെ ഈ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അങ്ങനെയുള്ള പ്രതികരണം നടക്കണം. വീണ്ടെടുക്കൽ, ആ ഒരു ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് ആളുകളെയും ആ ഒരു സ്ഥലത്തെയും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആക്കി കൊണ്ടുവരണം. പിന്നീട് അടുത്ത ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തം നടക്കാതിരിക്കാനായിട്ടുള്ള ലഘൂകരണ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം, അവിടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ 4 ഘട്ടത്തിലുള്ള ഒരു ഫോർ സ്റ്റെപ്പ് ദുരന്ത നിവാരണത്തിനായിട്ട് പറയുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ 2024 ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് കുറച്ച് സ്റ്റാറ്റിക് ടോപ്പിക് ആണ്. അത് പറയാതെ നമുക്ക് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സ്റ്റാറ്റിക് ടോപ്പിക്കും കൂടെ പറഞ്ഞു പോയത്. എന്തായാലും അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ, കാരണം ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരും കേട്ടോ. അടുത്ത ചോദ്യം നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നാണ്. നോക്കാം, അടുത്തിടെ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO വിജയകരമായിട്ട് പരീക്ഷിച്ച മെച്ചപ്പെട്ട ബൂസ്റ്റർ കോൺഫിഗറേഷനോട് കൂടിയ ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് അഭ്യാസ് എന്ന് പറയുന്നത്. അഭ്യാസ്. അപ്പോ നമ്മുടെ DRDO അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ച മെച്ചപ്പെട്ട ബൂസ്റ്റർ കോൺഫിഗറേഷനോട് കൂടിയ ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയർ ടാർഗറ്റ് ആണ് അഭ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. അഭ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ആയുധ സംവിധാനങ്ങളുടെ ഉപയോഗം പരിശീലിക്കുന്നതിന് ഒരു റിയലിസ്റ്റിക് ഭീഷണി സാഹചര്യം നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ടാർഗറ്റ് ആണ്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബൂസ്റ്റ് കോൺഫിഗറേഷനോട് കൂടിയിട്ടുള്ള ഹൈ സ്പീഡ് ടാർഗറ്റ് ആണ്, എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ്. അതായത് നമ്മുടെ പല മിസൈൽ സംവിധാനങ്ങളും നമ്മുടെ മിസൈലും അതുപോലെ തന്നെ നമ്മുടെ ആയുധങ്ങൾ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമുക്ക് പരീക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട്, ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അഭ്യാസ് എന്ന് പറയുന്നത്. നമ്മുടെ DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. DRDOയുടെ ബംഗളൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അഭ്യാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ DRDOയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് PSC ചോദിക്കും കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജി പറയുമ്പോൾ നമുക്ക് ISRO മാത്രമല്ല DRDOയും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. DRDOയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റുകൾ ചോദിക്കും, അത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നാസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റുകളും അടുത്തിടെയായിട്ട് PSC ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ DRDO വിജയകരമായിട്ട് പരീക്ഷിച്ച മെച്ചപ്പെട്ട ബൂസ്റ്റർ കോൺഫിഗറേഷനോട് കൂടിയ ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് അഭ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. അഭ്യാസ് ആണ് ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് അഭ്യാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചോളൂ. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ 3 ഹോട്ട് ടോപ്പിക്കുകളാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ആ ഭാഗത്തു നിന്ന് മാർക്ക് കിട്ടും എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്കുകളായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.